ഹായ്. അപ്പൊ എല്ലാവർക്കും ഇന്നത്തെ വിശേഷത്തിലേക്ക് സ്വാഗതം. അപ്പൊ നമ്മളെ അപ്പൂസ് സ്കൂളിട്ട് വന്നു, പരീക്ഷയായിരുന്നു. ഇന്ന് രാവിലെ തൊട്ട് വൈകുന്നേരം വരെ 2 പരീക്ഷയായിരുന്നു കേട്ടോ. ഇന്നലെ ഒരു പരീക്ഷ, ഇനി നാളെ ഒരു പരീക്ഷ, അങ്ങനെ കേട്ടോ. നാളെ അപ്പൂസ് സ്കൂളിട്ട് വന്നാണ് വിശേഷം. അടിപൊളി വിശേഷം ഉണ്ട് അല്ലേ? അപ്പൂ സ്കൂളിട്ട് വരട്ടെ കേട്ടോ. അപ്പൂസിന് സർപ്രൈസ് ആയിക്കോട്ടെ, പറഞ്ഞുതരാം. അല്ലെങ്കിൽ ഇന്ന് പറഞ്ഞാൽ ഇന്ന് തന്നെ അതിനുള്ള തയ്യാറെടുപ്പ് തുടങ്ങും. അപ്പൊ നാളെ നമ്മള് വീഡിയോ എടുക്കാൻ നേരം വൈകി. നമ്മള് രാവിലെ തൊട്ട് ഹോസ്പിറ്റൽ കേസിന് ഇറങ്ങിയാണ്. രാവിലെ പോയി നമ്മളെ വണ്ടൂര്, അവിടുന്ന് കുറെ നമ്മളെ വിശേഷങ്ങൾ കാണുന്ന ആൾക്കാരെ കണ്ടു. പിന്നെ കഴിഞ്ഞ് മഞ്ചേരി പോയി ഹോസ്പിറ്റലിൽ, അവിടുന്ന് കുറെ ആൾക്കാരെ കണ്ടു. പിന്നെ ഹോട്ടലിൽ കയറി, അവിടുന്ന് കുറെ ആൾക്കാരെ കണ്ടു. വളരെ സന്തോഷം, മൊത്തത്തില് വളരെ സന്തോഷം. നമുക്ക് ഒരുപാട് ബുദ്ധിമുട്ടുള്ള ദിവസമായിരുന്നു, അതിൽക്കൂടെ ഒരുപാട് സന്തോഷമുള്ള ദിവസമായിരുന്നു. അതിലുപരി അങ്ങനെ വേണമെങ്കിൽ അസുഖം പറയണില്ല. രാവിലെ തന്നെ ചെറിയ പ്രശ്നം ഉണ്ടായി. ഇപ്പോൾ സൂചി അടിച്ച് ഓക്കെ ആയി. പിന്നെ നമ്മള് മാസത്തിലുള്ള ചെക്കപ്പിന് പോയി. ഇന്ന് അത് കഴിഞ്ഞ് വന്ന് ഉച്ച കഴിഞ്ഞിട്ട് ഓണത്തിന് ചെക്കപ്പിന് പോകേണ്ടത് ഞങ്ങൾ കുറച്ച് നേരത്തെ പോയി. അപ്പൊ അസുഖം നമ്മൾ പറയണില്ല. ശരിക്കും പോവാനുള്ള ദിവസം ആയിട്ടില്ല, 10 ദിവസം കൂടി ഉണ്ടായിരുന്നു. അപ്പൊ ഈ ഫോണൊക്കെ ഡോക്ടർ ലീവ് ആവുമെന്ന് വിചാരിച്ചിട്ട് ഞങ്ങൾ ഇന്ന് പോയി. പിന്നെ പറഞ്ഞല്ലോ 2 ദിവസം മുമ്പ് തന്നെ മരുന്ന് കുടിച്ചിട്ടും ഭയങ്കര തലവേദന ഉണ്ടായിരുന്നു. അപ്പൊ അത് വെറുതെ മരുന്ന് കുടിക്കണ്ട, എന്താ ഡോക്ടറോട് ചോദിക്കാന്ന് വിചാരിച്ചിട്ട് ഇന്ന് പോയതാണ്. അതിന്റെ ഇടയിൽ കൂടെ രാവിലെ ചെറിയ പ്രശ്നത്താല് നമ്മളെ പറയല എന്തായാലും. അത് രാവിലെ ഞാൻ കുളിക്കാൻ കയറിയപ്പോ എന്റെ നെഞ്ഞൊന്ന് കൊളത്തിയതാണ്. ഈ ഭാഗം കൊളത്തെന്ന് പറഞ്ഞാൽ അറിയില്ല, പെട്ടെന്ന് ഇങ്ങോട്ട് ശ്വാസം ഒന്നും വിടാൻ പറ്റാത്തൊരു വേദന വന്നു ഇടത്ത സൈഡില്. അതില് ഒന്നും കാട്ടാൻ പറ്റില്ല, അങ്ങനെ നിന്നു ബാത്റൂമില് ഞാന്. കാരണം അമ്മയാണെങ്കിൽ എന്താ പറയാ, ഊരവേദനയായിട്ട് കുഴമ്പൊക്കെ തേച്ച് അവിടെ ഇരിക്കുന്നു. സന്തോഷമായിട്ട് നമ്മളെ വീടിൻ്റെ ഇടയ്ക്ക് വെള്ളം നിറയ്ക്കാൻ പോയി. പിന്നെ ആരും വിളിക്കാനുള്ള സൗണ്ട് ഉണ്ടാക്കാനും പറ്റില്ല, അങ്ങനെയായിരുന്നു. അപ്പോൾ വെറും നെഞ്ഞല്ല, ബാക്ക് പുറത്തേക്കൊക്കെ വേദന ഒന്ന് പേടിച്ച്. അത് പിന്നെ നേരെ നമ്മളെടുത്ത് രാവിലെ തന്നെ നമ്മളാകെ പേടിച്ച ദിവസമാണ്. എറിയാട് പറഞ്ഞൊരു സ്ഥലത്തൊരു പിന്നെ അപ്പൂസ് ഓടി വന്ന് പറയുന്നുണ്ട് അമ്മയ്ക്ക് നെഞ്ഞുവേദന ആക്കിയിരുന്ന, ആകെ പേടിച്ചാകെ. അപ്പൊ അങ്ങനെ എറിയാട് പോയപ്പോ ഡോക്ടർ എത്താൻ സമയമായിട്ടില്ല കേട്ടോ. അതിന് ഞങ്ങള് അവിടുന്ന് വണ്ടൂർക്ക് പോയി. വണ്ടൂർ ചെന്ന് വേഗം കാഷ്വാലിറ്റിയിൽ കയറിയിട്ട് 2 ഇഞ്ചക്ഷൻ വെച്ചു. ഇഞ്ചക്ഷൻ വെച്ച് 10 മിനിറ്റ് കഴിഞ്ഞപ്പോ തന്നെ ഏറെക്കുറെ ലെവലായി. പിന്നെ ഇവിടെ വന്നിട്ട് ഞങ്ങൾ വേഗം കൊരമ്പേക്ക് പോയി. കൊരമ്പയിൽ എന്തായാലും പോണല്ലോ, ഇനിയിപ്പൊ കിട്ടിയെങ്കിൽ കിട്ടിയെന്ന് വിചാരിച്ച് പോയി. ടോക്കണ് എന്തായാലും കിട്ടി. അങ്ങനെ അത് അയല് പൊട്ടു അപ്പൂസേ. അപ്പൊ അതൊക്കെ കഴിഞ്ഞ് 2 മണിയൊക്കെ കഴിഞ്ഞിട്ട് ഇവിടെ എത്തിയപ്പോ ഇപ്പൊ ഓക്കെ, കുഴപ്പമൊന്നുമില്ല. പേടിപ്പിക്കണ്ടാവും. നമ്മളെ വീട് പണി നടന്നോണ്ടിരിക്കുകയാണ്. പുറത്തേക്ക് തുടങ്ങി. നമ്മളെ വിശേഷം എന്തായാലും നമ്മള് പുള്ളി ഇവിടെ അതാ പറയണ്ടല്ലോ, ഒന്ന് കാണിച്ചു തരാം. അപ്പൊ നമുക്ക് പോവാൻ സമയമല്ല, അല്ലെങ്കിൽ കാണിച്ചു തന്നെ. നാളെ ഈ സൈഡത്തൊക്കെ കഴിഞ്ഞോ? കഴിഞ്ഞു, കുറച്ചും കൂടി ഉണ്ട്. അപ്പൊ കണ്ടിട്ടില്ല കേട്ടോ. അതൊക്കെ ഇവിടെ സൂചി വെച്ചിട്ട് ഇതിലൊക്കെ വേദന ഉണ്ട്. അല്ലാതെ പേടിന്റെ ഭയങ്കര പേടിയാ. അപ്പൊ വിചാരിച്ചു ഇവിടെ തന്നെ വന്നതിന്റെ ശേഷം ഇവിടെ കിടക്കുന്നു. അപ്പൊ ഇപ്പൊ അപ്പൂസ് വന്നിട്ട് നമുക്ക് വിശേഷം എടുക്കാന്ന് വിചാരിച്ചു. അപ്പൊ ഇന്ന് നമ്മൾ എന്താ വിശേഷം എന്ന് വിചാരിച്ചാല്, എന്താ നമ്മളെന്താ ഉണ്ടാക്കുന്ന സ്പെഷ്യല്? നമുക്കൊരു ഓണം വരുമ്പോ തന്നെ, ഓണത്തിന് മുമ്പ് തന്നെ ഒരു പായസത്തോട് തുടങ്ങാം. എന്ത് പായസം പറയും? ചക്കപ്പായസം. ആരും ചീത്തറന്ന്. അപ്പൊ ചക്കപ്പായസം കിട്ടാന് ഒരു കാരണം നമ്മളെ വാസേട്ടനാണ്. വാസേട്ടനും ഫാമിലിയും കൂടി ഇവിടെ വന്നേന്നു ഒരു ദിവസം. അപ്പൊ നമുക്ക് ചക്ക വരട്ടിയതും ചക്കപ്പായസൊക്കെ കൊണ്ടുവന്നേന്നു. ഓരത്തൊക്കെ ചിലപ്പോ കഴിഞ്ഞിണ്ടാവും, നമുക്ക് കുറച്ചും കൂടി ബാക്കി. ഞങ്ങൾ എടുത്ത് വെച്ച് പൂതിയാകുമ്പോ ഉണ്ടാക്കാന്ന് പറഞ്ഞിട്ട് ഒരു കുപ്പിയിലാക്കി വെച്ചിരുന്നു. അപ്പൊ ഇന്ന് എന്ത് ചെയ്തു, അത് നമ്മളിപ്പോ എന്താന്ന് ഉണ്ടാക്കുക. കാരണം സന്തോഷേട്ടന് എണ്ണ പറ്റൂല, അതേപോലെ മധുരം പറ്റൂല, അങ്ങനെയുള്ള കുറച്ച് ഇതൊക്കെ ഉണ്ട്. അപ്പൊ മധുരം ഇല്ലാത്തപ്പോ എന്ത് ഉണ്ടാക്കും എന്നൊക്കെ വിചാരിക്കുന്നു. അപ്പോഴാണ് ഞങ്ങള് പായസം ഉണ്ടാക്കുക. അല്ല, പായസത്തേക്ക് മധുരം വേണം, അതല്ല പറയണേ. അപ്പൊ ഒരു ചെറിയ മധുരത്തിൽ നമുക്ക് ചക്ക എടുത്തിട്ട് പായസം, ചക്ക എടുത്തിട്ട് കറി, ചക്ക പായസം ഉണ്ടാക്കുകയാണ് ഞങ്ങൾ ഇന്ന് ഉണ്ടാക്കുക. അപ്പൊ നമ്മളെ മാസേന്റെ ഇവിടുത്തെ ചക്കയൊക്കെ എപ്പോഴും കഴിഞ്ഞിട്ടുണ്ടാവും ഉണ്ടാക്കി. നമ്മള് കഴിഞ്ഞിട്ടില്ല. അപ്പൊ ഞാൻ നാളെ തൊട്ട് നമുക്ക് അടിപൊളി വിശേഷമാണ് എല്ലാവർക്കും അറിയാം അല്ലേ? അടിപൊളി വിശേഷങ്ങളാ വരാൻ പോണേ. പിന്നെ സർപ്രൈസുകൾ, ഒരു 3 സർപ്രൈസ് പറയാനുണ്ട്. നമ്മൾ പറയും ഇപ്പൊ തന്നെ നമ്മൾ പൊളിച്ച ശരിയാവില്ല. നമ്മള്
അങ്ങനെ സർപ്രൈസ് ഉണ്ട് പറയാ അങ്ങനെ പറയണ്ടെന്ന് പറഞ്ഞിട്ടുണ്ട്. കാരണം ആൾക്കാരെ മുൾമുനയിൽ നിർത്തുമ്പോ സർപ്രൈസ് തന്നെയാണ്. നമ്മളോടൊരു ഇഷ്ടക്കുറവ് തോന്നരുതല്ലോ. അതുകൊണ്ടാണ് ഞാൻ ഒന്നും സർപ്രൈസ് ഉണ്ടെന്ന് പറയാത്ത കേട്ടോ. എന്താ അപ്പൊ നമ്മള് ശർക്കര ഇത് ചക്ക ഞാൻ എടുത്തിട്ട് കുറച്ച് വെള്ളത്തിൽ ഇങ്ങനെ കലക്കി വെച്ചതാട്ടോ. ഇനിയുണ്ട് കേട്ടോ കുറച്ചും കൂടി. ഇതില് പകുതി എടുത്തിട്ടുള്ളൂ. കണ്ടാ പകുതി ഞാൻ കാണിച്ചു തരാം കേട്ടോ. അത്ര ഇഞ്ഞുണ്ട്. എന്താ ഓലൊക്കെ എല്ലാരും കണ്ടിട്ട് വെള്ളം ഇറക്കും. നമ്മളെ ചക്കപ്പായസം കണ്ട് ഓരത് കഴിഞ്ഞിട്ടുണ്ടോ? നമ്മളത് കഴിഞ്ഞിട്ടില്ല. അപ്പൊ ഇനി റെഡി ആക്കട്ടെ കേട്ടോ. ഇതിന്റെ കട്ടയൊക്കെ ഒന്ന് ഉടക്കട്ടെ. അധികം കട്ടയൊന്നുമില്ല. ഇനി ശർക്കര ഒന്ന് ഉരുക്കിയെടുക്കണം. ഇതിലെ ശർക്കര നമ്മള് ഇതിനെ ഉണ്ടാക്കണം ശർക്കര. അപ്പൊ ശർക്കര കുറച്ച് മധുരം പോരമ്മ? ഒന്നുകൂടി ഇട്ടായിക്കോട്ടെ അല്ലേ? പായസം കുടിക്കുമ്പോ കുറച്ച് മധുരമൊക്കെ വേണ്ടേ? അപ്പൊ കൊറേ ആൾക്കാർക്ക് ഡൗട്ട് എന്താ വെച്ചാൽ ഇങ്ങനെ നമ്മളെ വീഡിയോ കാണുന്ന പുതിയ ആൾക്കാർ കൊറേ ആൾക്കാർ പറഞ്ഞാല് ഒരു 5 കമന്റ് ഇന്നലെ കണ്ടു അപ്പൂസ് മോനാണോന്ന്. അപ്പൊ എന്താ വെച്ചാല് എല്ലാരും കമന്റ് കൊടുക്കണ്ട റീപ്ലൈ മോനാണെന്ന്. ഒരാൾക്കാർക്ക് സംശയമുണ്ട്. എന്താ സംഭവം അറിയില്ല. നമ്മളെ വീഡിയോ കാണാത്ത ആൾക്കാരാവില്ലേ? നമ്മളെ വിശേഷം പിന്നെ ഇപ്പൊ ഇത് നമ്മളെ വീടാണോ റബ്ബർ തോട്ടം നമ്മളതാണെന്നൊക്കെ ചോദിക്കണ്ടേ. ഒക്കെ പുതിയ ആൾക്കാരാണത്. നമ്മളത് വാടകയ്ക്കാണ് ഇവിടെ പുതിയ കാണുന്ന ആൾക്കാര്. പക്ഷെ അങ്ങനെ ചോദിക്കണവർക്ക് പഴയ ആൾക്കാര് നമ്മളെ പണ്ടത്തെ നമ്മളെ ചങ്കുകള് ആൾക്കാര് മറുപടി കൊടുക്കുന്നുണ്ട്. രണ്ടാളും കൂടി ഒപ്പം കയ്യിലെടുത്ത്. അപ്പൊ ഇന്ന് നമ്മള് കണ്ട കൂട്ടുകാരെ സ്പെഷ്യലായിട്ട് നമ്മള് വിശേഷത്തില് ഷീന നല്ല ചേച്ചിയുടെ മോളെയും കണ്ടു. വീട് പണി നടക്കുകയാണ്. ഷീന ചേച്ചിക്കും വീട് പണിയാണ്. അപ്പൊ ഷീന ചേച്ചി പറഞ്ഞു ഇന്നത്തെ വീഡിയോയില് സ്പെഷ്യലായിട്ട് ഒന്ന് അറിയിക്കണേ പറഞ്ഞിട്ടുണ്ട് കേട്ടോ. അപ്പൊ ഷീന ചേച്ചിയെ ആരും നമ്മള് പേരെടുത്ത് പറയാൻ നമുക്ക് നിച്ചല്ലാഞ്ഞിട്ടാണ് കേട്ടോ. അപ്പൊ കൊച്ചി ചേച്ചി വിളിച്ചത് അവര് ഇപ്പൊ വിളിച്ചേ. അതേപോലെ ഇങ്ങനെ സ്പെഷ്യൽ ആയിട്ട് ഇങ്ങനെ പറയാൻ പറഞ്ഞിട്ടോ. ആദ്യമായിട്ടാണ് വിളിക്കുന്നത്. അപ്പൊ അതേപോലെ അമ്മേന്റെ വീടിന്റെ അടുത്ത്, അതായത് നടുവത്ത് പൊട്ടിപ്പാറ സ്ഥലത്തുനിന്ന് മിനിച്ചേച്ചി ഉണ്ട് കേട്ടോ. മിനി ജെയ്സൺ എന്നാണ് പേര്. 2 ദിവസമായി പറയും ഷിജി ഒന്നിന്റെ പറയടി വീഡിയോയില്. നമ്മളങ്ങനെ പറയാന് തുടങ്ങിയ ആരും ഒഴിവാക്കാൻ പറ്റൂല. ആരും ഒഴിവാക്കാൻ പറ്റില്ല. കാരണം പിന്നെ നമ്മളെ വീഡിയോ ഫുള്ള് ഹായ് ആവും. അതുകൊണ്ട് നമ്മൾ പറയാത്തോ. അതുകൊണ്ട് ഞങ്ങൾ കുറച്ച് നിർത്തി വെച്ചേന്നു. പിന്നെ മാത്രല്ല എന്താ മറന്നു ഇന്നലത്തെ അവിടെ വിശേഷം കാട്ടിയപ്പോ ഞാൻ വിട്ടും പോയതാണ് കേട്ടോ. പറയാൻ നിങ്ങൾ നോക്കണം. അപ്പൊ അങ്ങനെ മിനി ചേച്ചിക്കും മിനി ജെയ്സൺ എന്നാണ്. പിന്നെ ഓരോ മോന് ജെയിന്. അപ്പൊ 3 ആൾക്കും കൂടി ഹായ്. അപ്പൊ നമ്മളെ ചക്കപ്പായസം അവിടെ റെഡിയാണ് കേട്ടോ. വെറുതെ ഇരിക്കണ്ട. അരിപ്പൊടി. അപ്പൊ അരിപ്പൊടിയാണ് കേട്ടോ. ഇതിക്ക് കലക്കി കുറുങ്ങനെ കിട്ടണ്ടേ. കാരണം ചക്കപ്പായസത്തില് കരടും കുറുമ്പൊന്നും ഉണ്ടാവില്ല. വെറും ഒരു വെള്ളമാവും. അപ്പൊ ആ വെള്ളം ഒന്ന് മാറി ഒന്ന് കുറുകിയതിക്ക് കിട്ടാൻ വേണ്ടിട്ട് കുറച്ച് അരിപ്പൊടിയും കലക്കുന്നുണ്ട്. ഇതിലാണ് നമ്മൾ പായസം ഉണ്ടാക്കണം അല്ലേ? അപ്പൂസപ്പ ഉണ്ടാക്കണത് ഉണ്ടാക്കിയ ഇവിടെ വേറെ പരിപാടിയോ. കത്തിയോണ്ട് കളിക്കണ്ട കേട്ടോ. എന്താ അരിപ്പൊടി ഇളക്കണം അല്ലേ? നമ്മളും മുമ്പ് 2 പ്രാവശ്യം ചെയ്തിട്ടുണ്ട്. ഭയങ്കര രസമാണ് കേട്ടോ. ഭയങ്കര രസമായിരിക്കും. മതിയല്ലോ. പിന്നെ പ്രത്യേകിച്ച് ചക്ക നമ്മളെ നാട്ടിലുള്ളവർക്ക് കിട്ടും. ഗൾഫിലുള്ള ആൾക്കാർക്കൊന്നും ഇപ്പൊ കിട്ടൂല. ചക്കല്ലാത്ത കാലം കൂടിയല്ലേ ഇപ്പൊ. അപ്പൊ പ്രത്യേകിച്ച് ഇത് ഭയങ്കര ഇഷ്ടപ്പെടും. അപ്പൊ കുടിക്കുമ്പോ നമ്മളെല്ലാരും ഓർക്കാട്ടോ. നാളികേരക്കൊത്ത അപ്പു. നാളികേരം അപ്പൊ നാളികേരം പൊട്ടിച്ചു. അപ്പൂസിന്റെ മുട്ടറക്കലായിന്റെ നാളികേരം കൊട്ടയില് എന്നുള്ള പരിപാടിയാണ്. എന്റെ കൈ അടക്കല്ലേ. നാളികേരം മുട്ടറക്കാനുള്ള നമ്പൂരിയാണ്. ഇവിടുത്തെ നമ്പൂരിയാണ്. അപ്പു ചെല്ല് ചെല്ല്. അപ്പൂസിന് നാളേരം കിട്ടി. കറക്റ്റ് പൊട്ടിക്കണേ. കറക്റ്റ് ആവൂലേ? തോന്നുന്നില്ല. രണ്ടാമത് ഞാൻ പൊട്ടിക്കല്ല. അതന്നെ ഉള്ളു. ലാസ്റ്റ് ആണത്. പൊട്ടിച്ച് നോക്ക്. പൊട്ടു നോക്ക. മോന്റെ സ്ഥലം നാളികേരം ഇതാക്കണ സ്ഥലം അവിടെയാണ്. കറക്റ്റ് കാണിച്ചോട്ടാ. പൊട്ടിക്ക്. പൊട്ടില്ല. സാറല്ല.
കറക്റ്റാണ് അല്ലേ ശരിയേ പൊട്ടിച്ചു ശരിയായോ കണ്ടോ സൂപ്പറായി. സൂപ്പറായി. അപ്പൊ ശരിക്കും ഇതിക്ക് നാളികേരപ്പാലോ പാലോ എന്തേലും വേണം. ഇപ്പൊ എന്താ കൊണ്ട് എന്താ അപ്പൊ നമ്മള് തൽക്കാലം അമ്മത്തേക്ക് നോക്കി പറയില്ല. നമ്മളെ തൽക്കാലം അരിപ്പൊടി, ചക്ക, ശർക്കര ഒരുക്കുക, പാലൊഴിച്ചാൽ പിന്നെ അതുകൊണ്ട് ഞങ്ങൾ അത് ഞങ്ങൾ മറന്നു. പിന്നെ പാൽപ്പൊടി വാങ്ങിയാൽ മതിയാ മറന്നു. പിന്നെ നാളികേര കൊത്തില്ല. പാൽപ്പൊടി കൊണ്ടിരിക്കണോ? വേണ്ടത് മതി. സമയല്ല നമ്മളെ വിശേഷം വരാൻ വഴുകും. ഇപ്പൊ തന്നെ 6 മണി. ചെറിയൊരു പായസം കേട്ടോ. തട്ടിക്കൂട്ടിയൊരു നമ്മള് വർത്താനം വിശേഷങ്ങളൊക്കെ ആകുമ്പോ നേരം വഴുകുന്നുള്ളൂ. സംഭവം 5 മിനിറ്റത്തെ പണിയില്ല. കയ്യിന് പോകണോ ഇവിടെ ഒരു മുറി നാളേരം ചെറുകിയാലും സെറ്റ് ആവൂല്ലേ? ചെറുകി ചിക്കൻ ഇഷ്ടം ഉണ്ടാവില്ല ഇല്ലല്ലോ. അല്ലേ പിഴിഞ്ഞ് വെക്കാന്ന്. പാലൊഴിക്കല്ലേ അങ്ങനെ നേരം വഴുകും വിശേഷം. അപ്പൊ നാളികേരൊക്കെ ഇങ്ങനെ ചെത്തി ചെറുതാക്കി എടുക്കട്ടെ. നമ്മളെ ശർക്കര തിളക്കട്ടെ. നമ്മളെ വീട്ടിലേക്ക് കോഴി ഉണ്ടാക്കുമ്പോ എപ്പോഴും അതൊക്കെ ഓർമ്മ വന്നില്ലേ? ഓർമ്മ വരാ. നമ്മളെ ചിക്കനിക്ക് നാടൻ കോഴിക്ക് ഇതിങ്ങനെ നാടൻ കോഴിക്ക് എന്താ രസം എന്നറിയാം. നാളികേരം ഇങ്ങനെ ചെറുതാക്കി മല്ലി വറുത്തിട്ട് ഇടിച്ചരക്കുക. അതാ ടേസ്റ്റ്. നാടൻ കോഴി. അപ്പൊ ഇതൊക്കെ റെഡി ആക്കട്ടെ ഞങ്ങള് ഇല്ലമ്മ. അപ്പൊ നമ്മളെ പായസം ഉണ്ടാക്കാനൊക്കെ റെഡി ആക്കി വെച്ചിട്ടുണ്ട്. അപ്പൊ ആദ്യം തന്നെ നമ്മള് ചക്കയാണ് ആക്കണത്. നമ്മുടെ ചക്ക വെച്ചിട്ട് വെള്ളം ഒഴിക്കാം. വെള്ളതാ വെള്ളമൊക്കെ റെഡി. നമ്മൾ ഓണത്തിന് 2 പായസം ഉണ്ടാക്കപ്പ ഞാൻ ആർക്കാണ് നമ്മളെ ഓണത്തിന് വരിക നമ്മളെ അടുത്തേക്ക് അല്ലേ? ആരിന്റെ ഓണത്തിന് അല്ലേമ്മ? നമ്മളെ കുടുംബത്തിൽ നിന്ന് ഉണ്ടല്ലോ ഇപ്പൊ. കുറച്ച് വെള്ളം പറയാ. ഇനി ഇത് വയ്ക്കണ്ടേ? അപ്പൊ ഇത് മതി. അപ്പൊ ചക്ക അപ്പൊ നമ്മളെ ചക്ക വെച്ച് എന്താ ചക്ക തളക്കണ്ടേ? അപ്പൊ ചക്ക തളക്കുന്ന നേരം കൊണ്ടൊരു പാട്ട്. കാനത്തായേലാടും ഞാനും വരട്ടെയോ നിന്റെ കൂടെ, പാടില്ല നമ്മെ നമ്മൾ പാടെ മാറുന്നൊന്നും ചെയ്തു കൂടാ. കാനനത്തായേല വയ്ക്കാൻ ഞാനും വരട്ടെയോ നീ കൂടെ, പാടില്ല നമ്മെ നമ്മൾ പാടെ മാറുന്നൊന്നും ചെയ്തു കൂടാ. 1-ാം വനത്തിലെ കാഴ്ച കാണാൻ നിന്നെയും കൂടെ കൊണ്ടുപോകൂ. നിന്നെയൊരിക്കൽ ഞാൻ കൊണ്ടുപോവാൻ ഇന്നു വേണ്ടോ മലയാളി. ഇന്നും ഞാൻ കാണും കിനാക്കളെല്ലാം നിന്നെ കുറിച്ചുള്ളതായിരുന്നു. കാനനത്തായയിൽ മേയ്ക്കാൻ ഞാനും വരട്ടെയോ നീ കൂടെ. അപ്പൂസേ ഒന്ന് പ്രോത്സാഹിപ്പിച്ചെടുക്ക അപ്പൂസേ. ഇന്നലെ അമ്മയ്ക്ക് പാട്ടടിച്ച് സൗണ്ടിലൊക്കെ കേൾക്കില്ല എന്നൊക്കെ ഉണ്ടായിരുന്നു. ഇന്ന് അമ്മ അടിപൊളിയായിട്ട് പാടി. എന്തേ അമ്മ? പേരക്കുട്ടിയാണ് ക്യാമറ ഓടിക്കുന്നത്. അതാണ് അപ്പൂസാനെ. അമ്മ എങ്ങോട്ട്? അമ്മമ്മയോട് നേരെ നിക്കാനാണ് പറഞ്ഞത്. ഞാനോ? എന്തിനാ ഇങ്ങനെ തന്നെയാണ് അപ്പൊ നിക്ക. അമ്മമ്മയും ഞാനും ഒപ്പം നിക്കാനോ പറയുന്നത്. അപ്പൊ അങ്ങനെ നമ്മളെ ചക്ക തിളച്ചുകൊണ്ടേ ഇരിക്കട്ടോ. ഇനി അതിക്ക് നമ്മള് അരിപ്പൊടി കലക്കി വെക്കണം. അരിപ്പൊടി ഇവിടെ കലക്കി സെറ്റാണ്. ഇതിങ്ങനെ ഒഴിച്ചു കൊടുക്കണം കേട്ടോ. ഞാൻ ഒഴിച്ചുതരാം. അപ്പൊ നമ്മളെ സന്തോഷേട്ടന് നമ്മളെ വീട് നനയ്ക്കാൻ വേണ്ടിയിട്ടാണ് പോയിട്ടുണ്ട്. അപ്പൊ അപ്പൂസിനെ ഫോണ് ക്യാമറ ആക്കി നിർത്തിയതാ. ഓക്കട്ടെ? എത്ര വേണമല്ലമ്മ? അപ്പൊടി
അത് ഒഴിക്കണ്ടേ? കുറച്ചും കൂടി എടുക്കാം. അപ്പൊ ശർക്കര പൊഴിക്കുക. ശർക്കര വെന്തിട്ട് സത്യം പറഞ്ഞാൽ പായസം ഒന്നും ഉണ്ടാക്കാൻ നിൽക്കല്ല കേട്ടോ. ഞാൻ പായസം ഒന്നും ഉണ്ടാക്കില്ല. ഞാൻ സേമിയ പായസം മാത്രമേ ഉണ്ടാക്കുള്ളൂ. ശർക്കര ഈ ചക്ക അരിപ്പൊടിയൊക്കെ ഒന്ന് നന്നായി വെന്ത ശേഷം നമ്മള് എന്താ ആദ്യം വയ്ക്കുക? നാളികേരത്തിൽ പിന്നെ വീണ്ടും ശർക്കര ശർക്കര. അപ്പൊ പിന്നെ അതൊക്കെ ഒഴിച്ച് കഴിഞ്ഞിട്ട് നമ്മൾ ശർക്കര ഒഴിക്കും. അപ്പൊ ശരിക്കും ഇതിലേക്ക് പാലൊഴിക്കണം. പക്ഷെ പാലില്ല. അപ്പൊ നമ്മള് നമ്മളിത് ഉണ്ടാക്കാൻ കരുതിയിട്ടില്ല. അതാണ് ഉണ്ടായത്. പിന്നെ ഇവിടെ ഉള്ള സാധനങ്ങൾ വെച്ചിട്ട് ഉണ്ടാക്കാന്ന് വിചാരിച്ചതായിരുന്നു. അഡ്ജസ്റ്റ് ചെയ്യാം നമ്മള്. നോക്കട്ടെ, എന്നെ സൂചി വെച്ച് കണ്ടോ? തേങ്ങാക്കൊത്തൊക്കെ മതി. നാളെ നെയ്യൊക്കെ ഉണ്ടാകുമ്പോ അതൊക്കെ മതി ടേസ്റ്റിന്. നമുക്ക് കുടിക്കാൻ അങ്ങനെ ആരെങ്കിലും വരുമ്പോ ഞങ്ങൾ സൂപ്പറൊക്കെ ഉണ്ടാക്കും. നമ്മൾ എന്ത് സൂപ്പർ ഉണ്ടാക്കും. പക്ഷെ മറന്നിട്ടാ ഇനി ആരെങ്കിലും വരുമ്പോ നമ്മളെ പാലൊക്കെ കൊണ്ടുവന്നുണ്ടായി തരട്ടോ. സമയം വഴുകി അപ്പൊ വന്നിട്ട് മഞ്ചേരിനൊക്കെ നേരം കുറെ പണിക്കാരെടുത്ത് പോയി വന്നു. പിന്നെ വീണ്ടും നനയ്ക്കാൻ പോയി. അപ്പൊ സമയല്ല അതൊന്നും. ഇനി ചോറും കറിയൊക്കെ ഉണ്ട്. ഇനി രാത്രിക്ക് ഒന്നും നോക്കണ്ട. ഇനി കുറച്ച് വെള്ളം നിറയ്ക്കാനുണ്ട്. രാത്രിക്ക് മീൻ കറി, മീൻ പൊരിച്ചത് ഒക്കെ ഉണ്ട് കേട്ടോ. അപ്പൊ ഞാൻ അതൊന്നും ഉണ്ടാക്കണ്ട. ഇനി നമുക്ക് വെള്ളമൊക്കെ അടിച്ച് അകത്തേക്ക് വെള്ളം അടിക്കണം. അപ്പൊ അകത്തേക്കും ബാത്റൂമിലേക്കൊക്കെ കൊണ്ടുപോയി ഒഴിക്കണം. അങ്ങനത്തെ കുറച്ച് പണികളൊക്കെ ഉണ്ട്. കറികളൊക്കെ ഉണ്ട്. നമ്മൾ എങ്ങോട്ടേലും ഒന്ന് പുറത്തിറങ്ങിയാൽ പിന്നെ അങ്ങനെ തന്നെ ആ ദിവസം പോകും. പക്ഷെ വേണ്ടേനും അമ്മയ്ക്കൊന്നും എവിടേക്കും പോകാത്തതുകൊണ്ട് എല്ലാ കാര്യത്തിനും നമ്മൾ തന്നെ പോകണം. മധുരയ്ക്കാൻ ആയിട്ടില്ല. ഇനി വീണ്ടും ഇത് തിളയ്ക്കണം. അത് നല്ലോണം തരിപ്പൊടി കുറുകി വരുന്നുണ്ടല്ലോ. കുറുകുവിന് വെള്ളം വീണ്ടും നല്ല ശർക്കര ഉണ്ടല്ലോ. അപ്പൊ തിളച്ച് വെച്ചോ. കുറച്ച് നേരം തിളയ്ക്കാൻ പറ്റും. അപ്പൊ കണ്ടോ നല്ലോണം കുറുകിയിട്ടുണ്ട് കേട്ടോ. ഇനി ശർക്കര പാനി ഒഴിച്ചു കൊടുക്കുകയാണ്. ഇത് നമ്മള് പാനി ആക്കിയിട്ട് അരിപ്പയില് അരിച്ചു വെച്ചതാണ്. അപ്പൊ നേരിട്ടാണ് ഒഴിച്ചു കൊടുക്കുക. ഈ വെള്ളം വേണമെങ്കിൽ വീണ്ടും ചേർത്ത് കൊടുക്കുക. കണ്ടിട്ട് വേണമല്ലോ അമ്മ. നല്ലോണം കുറുകിയിട്ടുണ്ട്. ഇപ്പൊ മതിയോ? അത് നല്ലോണം ഈ കുഞ്ഞു കുട്ടിയെ കൊടുക്കുമ്പോൾ ഇങ്കുമാമുമായി കുറച്ച് ലൂസ് വേണം. ഒഴിക്കാനായോ? ഇത് ചക്കന്റെ പാത്രം. അപ്പൊ നമ്മൾ ഒന്നുകൂടി ലൂസ് ആക്കാൻ പോവാണ്. അപ്പൊ ഒന്നുകൂടി സെറ്റ് ചെയ്യട്ടെ. ഒരു തുള്ളി നെയ്യ് ഒഴിച്ചു കൊടുക്കട്ടെ. നമ്മള് നാളികേരക്കൊത്തിഞ്ഞ് മൂപ്പിക്കും. അതിന്റെ മുന്നേ തന്നെ തുള്ളി ഒഴിച്ചു കൊടുക്കുക. അപ്പൊ ഒന്നുകൂടി രസം ഉണ്ടാവും. നല്ല രസം ഉണ്ടാവുള്ളൂ. ഇത് നാളികേരപ്പാലില്ലാത്ത കാരണേ പിന്നെ ഒരു വെറുതെ ഒരു പച്ചച്ചോഴ ഉണ്ടാവും. അത് മാറാനാ. അപ്പൊ നമ്മള് സാധാ പായസം വെക്കുമ്പോൾ അരിയൊക്കെ വെന്ത ശേഷം നമ്മള് ലേശം നെയ്യിൽ ഒഴിച്ചു കൊടുക്കണം. അപ്പൊ ശരി പായസത്തിന് ടേസ്റ്റ് വരും. അപ്പൊ ഇത് ഞാൻ തിളക്കണ്ടേ? അപ്പൊ വീണ്ടും തിളക്കട്ടെ കേട്ടോ. തിളച്ചിട്ട് കാണാം. പായസം റെഡി. ഇനി നമുക്ക് തേങ്ങാക്കൊത്തില് പായസേ എന്താ കുറച്ച് ഇങ്ങനെ കുറുകിയ പോലെ കണ്ടോ അങ്ങനെ ആയി. ഇനി കൂടുതൽ ഇത് വെച്ചാൽ നിക്കൂല അപ്പൂസ് അല്ലെ പിടിക്കാനുള്ളത് ക്യാമറ. ഒത്തിരി വരാൻ താമസം പിടിച്ചു. ഈ തുള്ളി മതി ഇതിൽ വെക്കുന്നുണ്ട്. ഞാൻ നാളികേരക്കൊത്തും ഒക്കെ ഒന്നും വേണമെന്നില്ല. എന്നാലും അപ്പൂസിന് കുറച്ച് എടുത്തേക്കണം. അപ്പൂസിന് നാളികേരക്കൊത്ത് വലിയ ഇഷ്ടം. ഇതുണ്ടായിക്കോടാ. അത് ഇങ്ങനെ കടിക്കാൻ രസമല്ലേ? ഒരു തൊപ്പിന്റെ കോപ്പ. ഈ കോപ്പയിൽ മാത്രം മതി. അല്ലെ ആ വലിയ കപ്പിക്ക് എടുത്തു. അല്ല ഒരു ഗ്ലാസ് പിന്നെയും വേണ്ടേ? ഇപ്പൊ അയക്ക് രസം വെച്ചതാ കേട്ടോ. അപ്പൊ തേങ്ങ ഇട്ടതില്ല. അതിപ്പോ തേങ്ങ ഇടാതെ ഒരു ഗ്ലാസ് അപ്പൂസിന് കുടിക്കല്ല കേട്ടോ. ചൂടാണ്. പായസം അവിടെ വെച്ചു. അപ്പോ ഇനി അടുത്തത് നാളികേരക്കൊത്തൊന്ന് ഇതിൽ മൂക്കട്ടെ. നെയ്യിൽ കിടന്ന് മൂക്കുമ്പോ തന്നെ നല്ലൊരു മണം ഉണ്ടാവും. അത് ഇതിലേക്ക് അങ്ങോട്ട് ഒഴിക്കുക അല്ലെ? എത്ര നെയ്യ് മതിയോ? അപ്പൊ ഇത് ഒന്ന് മൂക്കട്ടെ കേട്ടോ. അപ്പൊ നമ്മളെ തേങ്ങാക്കൊത്ത് റെഡി. ഓ ചക്ക പായസം.
നീ കുറച്ചേരം നടച്ചേക്കല്ലേ. അപ്പോൾ നമ്മളെ ചക്കപ്പായസം ഓണത്തിന്റെ മുന്നോടിയായിട്ടുള്ള ചക്കപ്പായസം റെഡി. നമുക്ക് കുറച്ച് നേരം ഈ നെയ്യിന്റെ മണക്ക് നിൽക്കാൻ ഇവിടെ അടച്ചേക്കാം കേട്ടോ. പായസം അപ്പോൾ കണ്ടോ, ഇത് കുടിക്കാൻ അത്ര എളുപ്പമല്ല, നല്ല ചൂടുണ്ട്. പിന്നെ ഇനി കുറച്ചു നേരം കൂടി സന്തോഷമായിട്ട് വന്നിട്ട് ഞങ്ങൾ എല്ലാവരും കൂടി ഒപ്പിരുന്നിട്ട് കുടിക്കും. അപ്പം എന്നാൽ ഇന്നത്തെ നമ്മളൊരു ചെറിയ വിശേഷം നിർത്തുകയാണ്. അപ്പം നാളെ നമുക്കൊരു പുതിയ വിശേഷമായിട്ട് കാണാം. അപ്പം അതുവരെയൊക്കെ എല്ലാ കൂട്ടുകാർക്കും ബൈ.